ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇവിടെ എല്ലാവരും കൂടി വന്നെ കാണണോ നിങ്ങൾക്ക്? 1 2 3 4 5 6 7 8 9. ഒന്നുമില്ല, ഞാൻ ഇങ്ങനെയാണ് വരുത്താറുള്ളതെന്ന് പറഞ്ഞതാ. മനസ്സിലായ? എൻ്റെ പിള്ളേർ വിളിച്ചാൽ വരും, ഒറ്റ വിളിക്ക് വരും. ഇത് ഇവർ ചെയ്യാൻ ശീലിക്കണത് ഈ ഗ്രൗണ്ടിൽ വന്നതുകൊണ്ടാണ്. ഇത് തന്നെ വീട്ടുകാരും ശീലിപ്പിച്ചാൽ ശരിക്കും ശീലിക്കും. നല്ലത് കൊടുത്ത് അപ്പോൾ അവർ പലതിൽ നിന്നും മാറിയേക്കും. ഉപയോഗിച്ചവരും ഉണ്ടാവാം, ഉപയോഗിക്കാത്തവരുണ്ടാവും, അതെല്ലാം കളഞ്ഞിവിടെ വരുമത്. മനസ്സിലായ? ഡ്രഗ്സ് ആയിക്കോട്ടെ, എന്താ അവരുടെ ലഹരി ഇപ്പോൾ ഫുട്ബോളാണ്. സത്യം പറഞ്ഞ വീട്ടിൽ പട്ടിണിയായിരുന്നു. പട്ടിണി അറിയാതിരിക്കാൻ, വിശപ്പ് അറിയാതിരിക്കാൻ വേണ്ടി കളി തുടങ്ങിയതാണ്. ഈ ഇന്ത്യൻ ക്യാമ്പിൽ നിന്ന് ആദ്യം സെലക്ഷൻ കിട്ടുന്നത് ജർമ്മനി പോകാനാണ്. ഇവിടെ നിന്ന് പാലാരിവട്ടം വരെയും പോകാൻ ബസ് കാശില്ലാത്ത ഞാൻ ഒരു ജർമ്മനിയിൽ ഫ്ലൈറ്റിൽ പോവുക, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുക. ഞാൻ തന്നെ എൻ്റെ പിച്ച് നോക്കി ഫ്ലൈറ്റിൽ സ്വപ്നമാണോ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ ആ ഓടി നടന്ന് പഠിപ്പിച്ചതിൻ്റെ ബേസിൽ ഒരുപാട് അക്കാഡമികളുണ്ടായി. ഒരുപാട് പെൺകുട്ടികൾ ഈ ഫുട്ബോളിലോട്ട് വരാൻ കാര്യമായത് തീർച്ചയായിട്ടും ഞാൻ ആ നടന്നതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആംഗിൾ കവർ ചെയ്ത് നിൽക്ക്. ആ കവർ ചെയ്യാനിട്ടല്ലേ ബോൾ കയറിയത്. നല്ലൊരു ഫുട്ബോളർ ആയി മാറിയില്ലെങ്കിൽ നല്ലൊരു കോച്ചായിട്ടും നല്ലൊരു റെഫറി ആയിട്ടും ഒക്കെ മാറാനുള്ള സാഹചര്യം നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എന്നെ കൂടെ നിന്ന ഒരു മിക്ക ആൾക്കാരെ ഞാൻ നിർബന്ധിക്കുമായിരുന്നു ഡി ലൈസൻസ് എടുക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ ഒരു മിക്കവർക്കും പൈസ കൊടുത്ത് ഡി ലൈസൻസ് എടുപ്പിച്ചിട്ടുണ്ട്. ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുമ്പോൾ ഓടി ഗ്രൗണ്ടിലോട്ട് പോയി. അതിൽ ഭയങ്കര വിഷമം തന്നെ, ഒറ്റപ്പെട്ട് ജീവിക്കാന്ന് പറഞ്ഞു. പിന്നെ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് ഒറ്റപ്പെട്ടതായിട്ട് തോന്നില്ല. അതുകൊണ്ട് ഓടി ഗ്രൗണ്ടിലോട്ട് വരും. ഗ്രൗണ്ടാണ് എല്ലാം. അച്ഛനും അമ്മയും ആങ്ങളെയും അതിൻ്റെ ഒരു ഗുണവും ആ ഒരു ഫീലും അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ. സത്യം പറഞ്ഞ വീട്ടിൽ പട്ടിണിയായിരുന്നു. പട്ടിണി അറിയാതിരിക്കാൻ, വിശപ്പ് അറിയാതിരിക്കാൻ വേണ്ടി കളി തുടങ്ങിയതാണ്. പല കോച്ചുമാരും ഇപ്പം എനിക്ക് കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കോച്ചുമാരായപ്പോൾ മറ്റുള്ളവർ പറയുമായിരുന്നു, കുടുംബത്തിൽ ആ പയ്യനെയൊക്കെ നിങ്ങൾ ഫുട്ബോളിലോട്ട് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ, ഡൈവേർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നാണ്. ഇവിടെ എപ്പോഴും ഇടിയും ബഹളവും തല്ലുകൊടുത്തും ഒക്കെ. വെരി ഗുഡ്, അങ്ങനെ വേണം പ്ലേയേഴ്സിന്. കൊള്ളാം. ശരിക്കും ഫുട്ബോൾ കളിക്കുന്നവർക്ക് വേറെ ഒരു ലഹരിയുടെ പുറകെ പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിതെറ്റി നടക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അവർ പഠിക്കുകയും അതുപോലെ കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിലോട്ട് വന്നതുകൊണ്ടാണ്. ഫുട്ബോൾ കളിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല മനസ്സുണ്ടാവും, നല്ലൊരു മനുഷ്യനാകാൻ പറ്റും. കാരണം ടീമാണ്. കളറില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ലാതെ കളിക്കുന്ന കളിയാണ്. ആര് നല്ല പാസ് തന്നെ അവൻ നല്ല പ്ലെയറാണ്, നല്ല കൊച്ചാണ്. ഫുട്ബോളിൽ നിന്ന് എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഫുട്ബോൾ കളി ഭയങ്കര ഇഷ്ടമാണ്. ഒരു സൈക്കിൾ വിടുന്ന പെൺകുട്ടികളെയൊക്കെ കണ്ടാൽ ഞാൻ പറയും ഗ്രൗണ്ടിലോട്ട് നമുക്ക് ഫുട്ബോൾ പഠിക്കാമെന്ന് പറയും. കുറച്ചും കൂടി ഒരു ധൈര്യമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യും. വെറുതെ പോയ കുട്ടികളെ പോലും നമ്മൾ കൊണ്ടുവന്ന് പഠിപ്പിച്ച് പ്ലേയേഴ്സ് ആക്കിയിട്ടുണ്ട്. എൻ്റെ മക്കളാണിത്. ഇവരില്ലാത്തൊരു ലോകം എനിക്കില്ല. കാരണം ഇവരെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, ഉറക്കം പോലും വരില്ല. കാരണം അത്ര ഇഷ്ടമാണ് എനിക്ക് പന്ത് കളിക്കുന്ന പിള്ളേരാണ്. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, ഇവരെവിടെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ചെന്ന് എത്തും എന്ന് നന്നായിട്ട്. ഈ ബ്ലാസ്റ്റേഴ്സിലൊക്കെ കളിക്കുന്ന പിള്ളേരെ അവിടെ മരട്ടിൽ വന്ന് പഠിച്ചിട്ടുണ്ട്. ഐമൻ അസറിനെ പഠിപ്പിച്ചിട്ടുണ്ട്, നിഹാലിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ SHലായിരുന്നു അപ്പോൾ രവിസ. അപ്പം ഞാനല്ല പറയേണ്ടത് ഇവരെ പഠിപ്പിച്ചെന്ന്, അവർ പറയണം. സീനിയർ ടീച്ചറും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് എനിക്കൊരു വില. അവരെ സ്നേഹത്തോടെ കാണണം. അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ് വിലക്കാതെ സ്നേഹത്തോടെ മുത്തേ അങ്ങനെയാണ് നമ്മുടെ സമൂഹം, ഇങ്ങനെയാണ്. അവർ സ്നേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കും. ദ്രോഹമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കണമെങ്കിൽ ആ പിള്ളേരെ ദ്രോഹിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ മാറ്റണം. നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ വരുന്ന എല്ലാ പിള്ളേരും ഇവിടെ വാന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടി വരും. ഞാനിപ്പോൾ അത് എല്ലാത്തിനും വരുത്തണമെന്ന് കാണണം. ഒരു മിക്ക കുട്ടികളും പറയും മിസ്സേ ഞങ്ങൾക്ക് രക്ഷപ്പെടണം, എവിടെയെങ്കിലും ഒരു പ്രൊഫഷണൽ കളി ഒരു ചാൻസ് ഒപ്പിച്ചെന്നാൽ മതി, ഞങ്ങൾ കളിച്ച് മേടിച്ചോളാം. ഒരു ചാൻസ് ഒപ്പിച്ചാൽ മിസ്സേ ഞങ്ങൾ കളിച്ച് മേടിച്ചോളാം എന്ന് പറയുന്ന കുട്ടികളാണ് ഒരു മിക്ക. എപ്പോഴും പറയുന്ന ഒരാളാണിത് രാവിലെ.
ഒരു ചാൻസ് ഒപ്പിച്ച ഞാൻ എവിടെയെങ്കിലും കളിച്ച് മേടിച്ചോ, ഒരു ചാൻസ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ നിറയും, സങ്കടവും വരും. എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. കാരണം അത്രയും വിഷമിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം. പിള്ളേരെ എനിക്ക് വിഷമിക്കണത് കാണാൻ പാടില്ല. പിള്ളേർ വിഷമിച്ച എൻ്റെ ചങ്ക് വിട്ടും. അങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളെ നോക്കണത്. അപ്പോൾ ഇവർ ആരും ആ ഒരു തെറ്റിലോട്ട് പോകില്ല, അത് ഉറപ്പുള്ളൊരു കാര്യം. അത് റാഗിങ് ആയിക്കോട്ടെ, ലഹരി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവരൊന്നും അതിൽ ചെയ്യണ ആൾക്കാരല്ല. അവർക്ക് സ്നേഹത്തെ തിരിച്ചറിയാം. അവരുടെ ലഹരി ഇപ്പോൾ ഫുട്ബോളാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഹാർട്സ് ഓഫ് യു എല്ലാവർക്കും.